തേങ്ങ പൊട്ടിച്ചപ്പോൾ 2 നല്ല ഉണങ്ങിയിട്ടാണ് കിട്ടിയത്. പിന്നെ അത് വെച്ചിരുന്ന് കളയാതെ മിക്സിയിൽ പൊടിച്ചെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു സാദാ ചമ്മന്തിപ്പൊടിയും പിന്നെ കുറച്ച് തീയലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ കേടാവാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളുമല്ലോ. പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത്, ആ സമയത്ത് പെട്ടെന്നെടുത്ത് തീയലൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ. അതുപോലെ ചമ്മന്തിപ്പൊടിയും ഒരു എക്സ്ട്രാ തൊട്ടുകറി ഏറ്റവുമായിട്ട് സദ്യക്ക് വിളമ്പാം. അതുകൊണ്ട് തന്നെ ഉള്ളി ഒന്നും ചേർക്കാത്ത ബേസിക് വെർഷൻ, അതായത് കേടാവാത്ത ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ റോസ്റ്റഡ് തേങ്ങയിൽ നിറയെ കറിവേപ്പിലയും പിന്നെ ഉപ്പും പുളിയും മുളക് പൊടിയും മാത്രം ഇട്ടാണ് ഞാനും ഉണ്ടാക്കിയത്. എന്നിട്ട് തണുത്തപ്പോൾ നന്നായി അരച്ച എണ്ണ തെളിഞ്ഞ ആ ഒരു സെറ്റില്ലേ, അത് തീയലിനായിട്ട് മാറ്റി വെച്ചു. അല്ലാതെ പതുക്കെ പൊടിച്ചെടുത്ത മറ്റേ സെറ്റാണ് ചമ്മന്തിപ്പൊടിക്കെടുത്ത് വെച്ചത്. തണുത്തപ്പം തീയലിൻ്റെ കൂട്ട് ഞാൻ ഫ്രീസറിലും ചമ്മന്തിപ്പൊടി ഫ്രിഡ്ജിലും ഗ്ലാസ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെച്ചു. എൻ്റെ പഴയ ചമ്മന്തിപ്പൊടി ആക്ച്വലി തീരാറായിരുന്നു. അത് നല്ല ഉള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത വേർഷനായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബേസിക് ടൈപ്പ് ആപ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ചോറും തൈരും പിന്നെ ഈ ചമ്മന്തിപ്പൊടിയും ഒരു തുള്ളി അച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ ചേർന്ന ഇത് നല്ല കോമ്പിനേഷനാണ്. അടുത്ത ദിവസം തന്നെ ട്രൈ ചെയ്യണം.